ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, എനിക്ക് നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സാലറിയുള്ള നല്ലൊരു ജോബ് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ കുറേ നാളായി സെർച്ച് ചെയ്യുന്നു നല്ലൊരു ജോബിന്. നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു ജോബ് വേണമല്ലോ. നമ്മൾ വീട്ടിൽ കുറേ കാലം ഇരുന്ന് അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്കും കുറച്ചും കൂടി കംഫർട്ടാകുന്ന ഒരു ജോബാണ് ഞാൻ ട്രൈ ചെയ്തത്. സോ ഐ എം ഹാപ്പി ടു ദാറ്റ് ജോബ്. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കട്ടൻ ചായയും എഗ് ഓംലേറ്റും കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. വേറൊന്നുമല്ല, ഉച്ചക്ക് കുറച്ച് ടൈം ഫ്രീ ടൈമുണ്ട്. സോ വന്നപ്പാടും ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ മാത്രമല്ല, എൻ്റെ അപ്പുറത്തെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം അവൾക്ക് വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചിലത് സ്മെല്ലൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി അവൾക്ക് വായിക്ക് രുചി ഉണ്ടാവുമെന്നറിയില്ല. ഓക്കെ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്ന് തന്നെ അവൾക്ക് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഫ്രഷ് ഫിഷ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. സോ നല്ലൊരു മസാലയെല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പണിയാണ് തുടങ്ങുന്നത്. വേഗം തന്നെ ചോറ് അവിടെ കുക്കാൻ വെച്ചിട്ടുണ്ട്. ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്, ആരോടെങ്കിലൊക്കെ ചോദിക്കാറുണ്ട്. അധികം അറിയുന്ന ആൾക്കാരോടെ ചോദിക്കാറുള്ളൂ. കാരണം നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് വന്നിട്ട് അറിയാതെ ആൾക്കാരോട് ചോദിച്ച് എവിടെയെങ്കിലും പെട്ടുപോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാലും എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ അറിയുന്ന ആൾക്കാരോട് മാത്രം എൻക്വയറി ചെയ്യാറുള്ളൂ. സോ ഞാൻ വിചാരിച്ച് ഞാൻ പഠിച്ച ജോലി എന്തെങ്കിലും ആയിരിക്കും എനിക്ക് കിട്ടുകയെന്ന്. പക്ഷേ ഈ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി മൈൻഡൊന്ന് ഫ്രീ ആണ്, സ്ട്രെസ്ലെസ് ഒരു ജോബായിട്ടാണ് എനിക്കിത് ഫീലായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഓണറാണെങ്കിലും പിന്നെ ഒരു വുമൺ എന്നുള്ള പരിഗണന തരുന്നുണ്ട്. നമുക്ക് ലീവ് വേണ്ട സമയത്ത് ലീവ്, റെസ്റ്റ് എടുക്കാനുള്ള ടൈം, ഫുഡ് കഴിക്കാനുള്ള ടൈം എല്ലാം തരുന്നുണ്ട്. ഓവറായിട്ടുള്ള ഡ്യൂട്ടിയൊന്നും ഇല്ല. സോ നല്ല ഹാപ്പിയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 റിയാലുണ്ട്. എന്നാലും ഇപ്പോഴത്തെ അപേക്ഷിച്ച് നല്ലൊരു സാലറിയാണ്. ശരിക്കും ഈ സാലറി നമ്മൾ റൂമും ഫുഡിലേക്കും കൂടി കൺവേർട്ടായി പോകും. സാലറി എന്ന് പറയാൻ നമ്മുടെ കയ്യിലുണ്ടാവില്ല. കാരണം ഇവിടെ റൂം, വാട്ടർ, ഫുഡ് എല്ലാത്തിനും നല്ല എക്സ്പെൻസ് ഉണ്ട്. റൂമിന് റെൻ്റുണ്ട്, വാട്ടറിനുണ്ട്, കറണ്ടിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമ്മൾ നാട്ടിലാകുമ്പോൾ വെള്ളത്തിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കിണർന്ന് കോരി കുടിക്കാം. പക്ഷേ ഇവിടെ വെള്ളത്തിനൊക്കെ നമ്മൾ നല്ല പൈസ ചിലവാക്കേണ്ടതുണ്ട്. സോ സാലറിയൊക്കെ അങ്ങനെ പോകും. എന്നാലും നമുക്കൊരു മൈൻഡ് ഫ്രീ ആവുകയും ചെയ്യും. വീട്ടിൽ തന്നെ ഇന്ന് സ്ട്രെസ്സ് കൂടണ്ട, മൈൻഡ് ഫ്രീ ആവുകയും ചെയ്യും. എന്നാൽ അത്യാവശ്യത്തിന് ഏർണിങ്സ് കിട്ടുമല്ലോ. സോ ഐ ആം ഹാപ്പി. അപ്പോൾ ഈ ഫിഷിലേക്കുള്ള മസാല റെഡിയാക്കാൻ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുഴുവൻ മല്ലി, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നില്ല കാരണം മുഴുവൻ മല്ലി ഇട്ടതുകൊണ്ട്. അങ്ങനെ എല്ലാ മസാലകളും ഇട്ട്, ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് നമ്മളത് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. സോ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അത് പേസ്റ്റാക്കി എടുക്കുക. അധികം പേസ്റ്റ് ആക്കണം, കുറച്ച് ക്രഷ് പോലെ. ഇതിൽ കുറച്ച് എക്സ്ട്രാ ഗ്രേവി ഉണ്ടെങ്കിൽ അത് ആ മീൻ ഫ്രൈ ചെയ്ത നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്താൽ അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം മതി ചിലപ്പോൾ ചോറ് കഴിക്കാൻ. സോ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ഫിഷ് ഫ്രൈൻ്റെ മസാലക്കൂട്ടാണിത്. അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണക്കിനുള്ള പാകത്തിനായിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ എഗ് ഓംലേറ്റ് കഴിച്ചാൽ ഒബ്വിയസ്ലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വരുമല്ലോ. അപ്പോൾ കൈക്കിട്ടൊരു മാങ്ങ എടുത്ത് അതിന് അകത്താക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ പഠിച്ചത് ബികോമാണ്. അക്കൗണ്ടിങ്ങിനൊക്കെ ഇവിടെ അധികം വേക്കൻസിൻ്റെ കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് വേണം. ശരിക്കും നാട്ടിൽ പോയാലും എവിടെയായാലും ചെയ്തതിന് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അത് പഠിച്ചപ്പോൾ തന്നെ എനിക്ക് അക്കൗണ്ടിങ്ങുമായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ല. വേറെ ഒന്നും കൊണ്ടല്ല, കൂടുതൽ സമയം നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യണം. അതുപോലെ കൂടുതൽ സ്ട്രെസ്സായിരിക്കും ടാലി ആക്കാനുള്ള സംഭവം. ഇത് കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ജോബിലേക്കോട്ട് പോകണ്ട. പിന്നെ എൻ്റെ കൂടെ ഉള്ളവർക്കും ഞാൻ ജോബിന് പോകണമെന്ന് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ കുറേ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ല. അപ്പോൾ ഇടയ്ക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ, എങ്ങനെയാണെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ളൊരു ജോബിന് പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു മോണ്ടിസോറി ചെയ്തായിരുന്നു. മോണ്ടിസോറി ചെയ്ത് ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ളൊരു ജോബായിരുന്നു. അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് മോണ്ടിസോറി ചെയ്തു.
എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും മോണ്ടിസോറി ചെയ്തായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് വർക്കിന് പോയപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കര സ്ട്രെസ്സാണ് ഈ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ. ചിലപ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാണോ എന്നറിയില്ല, അവളങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചപ്പോൾ പിന്നെ സ്ട്രെസ് ഫ്രീ ആവാനാണ് നമ്മളൊരു ജോബൊക്കെ കണ്ടെത്തുന്നത്. വീട്ടിലിരുന്ന് സ്ട്രെസ് അടിക്കണമെന്ന് വെച്ച് ശരിക്കും മക്കളെയൊക്കെ പഠിപ്പിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ അവളെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് മാറാം. ഇപ്പോൾ ഏതായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തല്ലോ, നമ്മുടെ കയ്യിലൊരു പ്രൊഫഷണൽ ഉണ്ടല്ലോ എന്ന് കരുതി അതവിടെ ചെയ്തു വെച്ചു. പിന്നെ ഞാൻ നാട്ടിൽ വെക്കേഷന് പോയ ടൈം ഞാൻ അവിടെ പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു കോഴ്സ് കൂടി അറ്റൻഡ് ചെയ്ത്. ശരിക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ നല്ലൊരു ഫീസ് തന്നെ ഉണ്ട്. നമ്മൾ അത്രയും ഫീസ് മുടക്കി പഠിക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് വെർത്തായിരിക്കണം. അത് നമ്മൾ ചെയ്യാൻ എന്തായാലും മെനക്കെട്ടിരുന്ന് ചെയ്യുക വേണം. സോ അത്ര ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണെന്നുള്ളത് അപ്പോൾ നമ്മളെ മൈൻഡിൽ വേണം. നല്ലൊരു ഫീ തന്നെയാണുള്ളത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് അത് ലൈഫിൽ കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട്. സോ ഞാൻ പുറത്ത് വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ്, ആ ഒരു കോഴ്സ് ചെയ്തതിൽ സാറ്റിസ്ഫൈഡാണ്. സോ വലിയ പേയ്മെൻറ്റ് ഒന്നും വാങ്ങിക്കാറില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കൽ. കാരണം ആ പഠിച്ചത് മറന്നു പോകണ്ടല്ലോ കരുതി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. എന്നാലും ഒരാൾക്കൊരു ഉപകാരമല്ലേ നമ്മൾ പഠിച്ചതിനെ കൊണ്ട്. ആ പൈസ ഒരു വെർത്തായ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ. സോ പഠിച്ചിട്ട് നമ്മൾ പറയല്ലേ, ചില ആൾക്കാർ കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അവർ ചെയ്യുന്ന ജോബ് വേറെ ആയിരിക്കും. അപ്പോൾ പഠിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, നമുക്ക് എന്ത് ജോബാണ് കണക്കാക്കിയിട്ടുള്ളത് അതായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ആ ജോബിൽ ഹാപ്പി ആണോ, പിന്നെ പഠിച്ചതും ഒന്നും അതിൻ്റെ അപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹാപ്പി ആണെങ്കിൽ നമ്മളൊരു ജോലി ആയാലും നമുക്കൊരു സാലറി കിട്ടിയപ്പോൾ ആയാലും നമ്മൾ എന്ത് കഴിക്കുമ്പോൾ ആയാലും നമുക്ക് ഹാപ്പി ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറം ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഹാപ്പിയാണ് ആയതുകൊണ്ട് തന്നെ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഉമ്മയാണ്. ഉമ്മ ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. എൻ്റെ ബോണെന്ന് തന്നെ എനിക്ക് പറയാം, ബാക്ക് ബോൺ എന്ന് തന്നെ എനിക്ക് പറയാം. വേറൊന്നുമല്ല, പഠിപ്പിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ക്രാഫ്റ്റ് എന്തെങ്കിലും നമ്മളിപ്പോൾ എവിടെയൊക്കെ യൂട്യൂബിൽ എന്തെങ്കിലും ക്രാഫ്റ്റിനെ കണ്ടോ അത് പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിക്കോ, അതിനുള്ള ഹെൽപ്പൊക്കെ ഉമ്മ ചെയ്യും. സമ്മതം വാങ്ങിക്കേണ്ട ആൾക്കാരൊക്കെ പറഞ്ഞ് സമ്മതം വാങ്ങിച്ച് തരും. സോ ബാപ്പാനോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ച് അതിനൊക്കെ അയക്കും. എല്ലാത്തിനും നല്ല പ്രോത്സാഹനം. സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല. അങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നൂലേ. അങ്ങനെ ഒരു ഈസിനെസ് തോന്നാൻ കാരണം എൻ്റെ ഉമ്മയാണ്. ഉമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. ഉമ്മക്ക് ഇഷ്ടമാണ് പഠിക്കുക, ജോലി വാങ്ങുക, ഏണിങ്സ് ഉണ്ടാക്കുക, അതൊക്കെ ഉമ്മക്ക് ഇഷ്ടമാണ്. ഉമ്മക്ക് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഉമ്മ നമ്മളെ അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ശരിക്കും ഞാനൊക്കെ ഒരു പഠിച്ച സാഹചര്യത്തിൽ അധികം ആൾക്കാരെ കുട്ടികളൊന്നും പുറത്ത് പഠിക്കാനോ അങ്ങനെ ദൂരമൊന്നും വിടാതൊരു സമയമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഫ്രീഡം അല്ല, എല്ലാവരും പോയി പഠിക്കുക, പുറത്ത് പോയി പഠിക്കുക, ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക, ഇഷ്ടമുള്ള ജോബ് സെലക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, ഭയങ്കര ഫ്രീഡമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. പോകുന്നതിനായാലും പഠിക്കുന്നതിനായാലും ചെയ്യുന്നതിനായാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. പോകുന്നതിനും വരുന്നതിനും കാണുന്നതിനും നിൽക്കുന്നതിനും എല്ലാത്തിനും ലിമിറ്റേഷനാണ്. എന്നാലും ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിച്ചെടുക്കാനും ചെയ്യാനും എനിക്ക് ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും എൻ്റെ ഉമ്മ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഉമ്മക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉമ്മ നമ്മളിലൂടെയാണ് അത് ചെയ്യിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നത്. സോ എന്ത് ചെറിയ കാര്യത്തിനായാലും ഉമ്മ അത് സപ്പോർട്ട് ചെയ്യും. വലിയ കാര്യത്തിനായാലും ചെറിയ കാര്യത്തിനായാലും ഉമ്മയുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റുകയില്ല. ഏത് സാഹചര്യത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞാലും ഏത് ഉയർച്ചയിലെത്തിയാലും അതിന് പിന്നിൽ ഉമ്മാൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാനേ വയ്യ. അങ്ങനെ പറയാതിരിക്കാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഉമ്മാൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഇവിടെ ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ജോബൊന്നുമല്ല. ഇതിനു മുമ്പ് ഞാൻ ഹെന്ന ടാറ്റൂവിൻ്റെ ജോബ്, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ ഹെന്ന ഇട്ട് കൊടുക്കുക, വാക്സിൻ, ഇങ്ങനത്തെ ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെർമനൻ്റ് അല്ല, താൽക്കാലികമായിട്ട് ചെയ്തതാണ്. എന്നാലും കുറച്ച് ദിവസം അങ്ങനത്തെ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെന്ന ടാറ്റൂവിൻ്റെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് അത്യാവശ്യം ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് മീനിന് നമുക്ക് മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാ ഫിഷിൻ്റെ മേലെയും നന്നായിട്ട് ഈ മീൻ മസാല തേച്ച് പിടിപ്പിക്കണം, എന്നാലും അതിൻ്റെ രുചി വരും. എന്നിട്ടൊരു 10-15 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക, കാരണം അതിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും.
ഇനി നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെണ്ടക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് കൂടി ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഏകദേശം റെഡിയാവും. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ബോണിനെ ഞാൻ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആരാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമ്മളെല്ലാം ഇരുന്നിടത്തായിപ്പോവും. ചെറുതായിട്ടെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരാനില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെ പഠിക്കാൻ അയക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഡിഗ്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ആൾക്കാർ പറയും, എന്തിനാ ഇങ്ങനെ ഡിഗ്രിക്കൊക്കെ അയക്കുന്നത്, ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു സമയം കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വിടുക, ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവരെ മക്കളെയൊക്കെ എവിടെയൊക്കെ അയച്ച് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആവട്ടെ, വളരട്ടെ, എല്ലാവരും ഉയർച്ചയിലെത്തട്ടെ, എല്ലാം മാറ്റം ഉണ്ടാവട്ടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ പേരൻസ് ഇത്രയും നമ്മളെ സ്ട്രഗിൾ എടുത്ത് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലെപ്പോൾ ഓർമ്മ വെക്കുക. കാരണം പഠിക്കുന്നതിൻ്റെ അടുക്കും ചിന്തകൾ മാറാതിരിക്കുക. അവരെ സ്ട്രഗിളിങ്, അവരെ ഏണിങ്സ്, അവരെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും അവർ ചിലപ്പോൾ സന്തോഷിക്കാതെ നമുക്ക് വേണ്ടി നീക്കി വെച്ച ഒരു പണം കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ പുറത്തൊക്കെ അയച്ച് പഠിപ്പിക്കുന്നുണ്ടാവുക. അതിപ്പോൾ മൈൻഡിലുണ്ടാകുക, അത് അവർക്ക് തിരിച്ചു കൊടുക്കുക, ആ ഹാപ്പി അവർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ പേരൻസിൻ്റെ ചിരിക്കുന്ന മുഖം നമുക്ക് കാണണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, അവരെ ഹാപ്പി ആക്കുക. ഞാനൊക്കെ ഇപ്പോൾ വിചാരിക്കും എൻ്റെ ഉമ്മക്ക് ഹാപ്പി ആയിട്ട് ഞാൻ ഏൺ ചെയ്തൊരു ഫസ്റ്റ് സാലറി ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതായിരിക്കും എൻ്റെ മൈൻഡിൽ എപ്പോൾ ഉണ്ടാകാൻ. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പേരൻസിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നമുക്ക് കുറേ ഗുണങ്ങളെ അതിനെ കൊണ്ടുള്ളൂ. സോ എല്ലാവരും നല്ല രീതിയിൽ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഫ്രണ്ടിനുള്ള ലഞ്ച് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വെണ്ടക്ക തോരനും മീൻ മുളകിട്ടതും അച്ചാറും ഫിഷ് ഫ്രൈയും ഇത്ര സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ആ മീനിൻ്റെ കുറച്ച് മസാലയും, അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ഇത്രേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയായാലും അവൾക്ക് ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ അത് പാക്കാക്കി വെച്ചു. പിന്നെ എനിക്കുള്ള ലഞ്ച് ഞാൻ എടുത്തിട്ടില്ല, വേറൊന്നുമല്ല, എനിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ ലഞ്ച് കഴിക്കാൻ വരാം. പിന്നീട് 4:30 മണിക്ക് പോകേണ്ടതുള്ളൂ, ചായ കുടിച്ച് പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വന്ന പാടെ നമ്മളിപ്പോൾ ഒരു പണി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് വിശക്കൂലേ, അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചോറെല്ലാം ഉണ്ടാക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഗർഭിണി ആയതുകൊണ്ട് തന്നെ നല്ല പുളിക്ക് 2 ഓറഞ്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് പാക്കാക്കുമ്പോൾ ചിന്തിച്ച് ഓറഞ്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ അത് പൊളിച്ചേക്കാൻ പ്രയാസമായിരിക്കും. സോ അത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്ന് അതിൽ നിന്ന് ഓറഞ്ച് മാറ്റി അതിന് കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പും മുളകും കുരുമുളകും പൊടിയൊക്കെ ഇട്ട് മിക്സാക്കി അങ്ങനെയാണ് അവർക്ക് കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ പുളിയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഗർഭിണികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊതിയാവും. സോ ഇത് മുറിച്ച് വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു പീസ് എടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും അതിൽ നിന്ന് 2-3 പീസ് എടുത്ത് കഴിച്ചു. പിന്നെ അത് പാക്കാക്കി. പിന്നെയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. കാരണം കിച്ചൺ ക്ലീൻ ആക്കണം, കുറേ പാത്രങ്ങളുണ്ട്, അത് കഴുകി വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോബിന് പോകാൻ. ശരിക്കും ജോബിന് പോകേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാമെന്നറിയില്ല. കാരണം നമ്മൾ ശരിക്കും ഒരാളെ തലയിൽ മാത്രം എല്ലാ ബേർഡനും അങ്ങ് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. കാരണം അവർ ചിലപ്പോൾ ചെയ്യാനത് ഹാപ്പി ആയിരിക്കും, എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, എല്ലാ ടെൻഷനും സ്ട്രെസ്സും അവരെന്നെ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ചെറിയ മാത്രമല്ല നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് വെറുതെ നേരം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല ബെറ്റർ. സോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനൊരു ഡിസിഷനിലെത്തിയത്. പിന്നെ ഈ കിട്ടുന്ന സാലറി എനിക്ക് ഏൺ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടുത്തെ എക്സ്പെൻസ് തന്നെ ആ സാലറിയിൽ അങ്ങ് തീരും. എന്നാലും ഇത് സപ്പോർട്ടല്ലേ എന്ന് കരുതി അങ്ങനെ ട്രൈ ചെയ്തതാണ്. പിന്നെ നമുക്ക് അധികം സ്ട്രെസ്സും ഇല്ല, ഹാപ്പി ആയിട്ടുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഫുൾ ടൈം അവിടെ കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇടയ്ക്ക് ലീവൊക്കെ തരുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ബെറ്റർ അല്ലേ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ വേറൊരു പ്രൊഫഷനല്ല, ഞാൻ ഇപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ
ഫ്രൈഡേയും സാറ്റർഡേയും ലീവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും അവിടെ നിന്ന് ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങളെല്ലാമായിട്ട്. ഇതാകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നല്ല റീഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ അതെല്ലാം ചിന്തിക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ടൈം ഏകദേശം ആവാനായിട്ടുണ്ട്. ഇനി ഞാൻ വേഗം കിച്ചണിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി ബെഡ്റൂമൊക്കെ ക്ലീനാക്കി അടിച്ച് വാരി തുടക്കേണ്ടതൊക്കെ ഉണ്ട്. സോ നേരെ തന്നെ ബെഡ്റൂം ക്ലീനാക്കാൻ പോയി. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ക്ലീനാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലാണ്ട് എല്ലാം വലിച്ച് വാരിയിട്ടിട്ടാണ് പോകുന്നെങ്കിൽ വരുന്നത് കാണുമ്പോൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ തന്നെ ക്ലീനാക്കണ്ടേ. ചെയ്ത് വെച്ച് പോയാൽ ഇത്ര എളുപ്പമായില്ലേ. ഒന്നാമത് ടയർഡായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവാൻ. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ മൂഡ് മൊത്തം അങ്ങ് പോവും. അപ്പോൾ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര ആശ്വാസമായി. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പോയി അടിച്ചു വാരലും തുടക്കലൊക്കെ അങ്ങ് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി നമ്മൾ വീട്ടിലുള്ള പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. അപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. കാരണം ആൾക്കാർ വരുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇങ്ങനെ വലിച്ച് എടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റാക്കി വെക്കുക, അങ്ങനെയാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അബായ, അതായത് പർദ്ദ ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ്. സോ അപ്പോൾ ഇവിടുത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർദ്ദയൊക്കെ നമ്മൾ പുതിയ വരുന്ന സാധനങ്ങളൊക്കെ നമ്പർ ഇട്ട് ഓരോ റാക്കിൽ അത് സൈസ് അനുസരിച്ച് വെക്കുക, അയൺ ചെയ്ത് അത് റാക്കിൽ ഹാങ് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഹിജാബൊക്കെ സെറ്റാക്കി വെക്കുക. ഇങ്ങനത്തെ ചെറിയ ജോബുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സാധാ ജോബ് തന്നെ. നമ്മൾ വീട്ടിൽ നിന്ന് തുണി മടക്കി വെക്കുന്നത്, തുണി അത് അടക്കി വെക്കുന്നത്, അങ്ങനെയുള്ള ജോബ് തന്നെ. പിന്നെ ആൾക്കാരായിട്ട് പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും, അവർ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവും കൂടി ഈ ഒരു ജോബിന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് വന്ന പുതിയ സാധനങ്ങളാണ്. ഇത് കളറും സൈസൊക്കെ അനുസരിച്ചിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ജോബിൻ്റെ വിശേഷം. പിന്നെ വീട്ടിലെത്തി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ പോയി വന്ന് രാത്രിയത്തെ ഫുഡ് ദോശയും പിന്നെ എഗ് ബുർജിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചതല്ലേ, അപ്പോൾ രാത്രി സിമ്പിളായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും എഗ് ബുർജിയും കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഇതാണ് എൻ്റെ ഒമാനിലെ ബിസി ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാൻ കുറേ പഠിച്ച ജോബേ ചെയ്യുമെന്ന് വാശി പിടിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മനസ്സിന് ഹാപ്പി ആയിട്ടുള്ള ജോബ് എന്താണോ അത് ചെയ്യുക. ചിലപ്പോൾ അവർക്ക് അതായിരിക്കുമല്ലേ ഹാപ്പി, അതായിരിക്കും അവർ പോകാത്തത്. എങ്കിലും അങ്ങനെ തന്നെ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പോകാതെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.